പറയുന്നത്. ഇനി നമ്മൾ അതിൽ ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കാനായിട്ട് പോകുകയാണ്. ഞാന് ഇങ്ങനെ പറയുമ്പോൾ 1, 2, 3 എന്ന് നമ്പർ ഇട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതിയാൽ പിന്നീട് പഠിക്കുമ്പോൾ അത് സഹായമായി തീരും. ആദ്യം 1 എന്ന നമ്പർ ഇടാം. എന്നിട്ട് യോനയുടെ പുസ്തകം എടുക്കാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ ആരെങ്കിലും ഒരാള് ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കുന്നത് അനുഗ്രഹമായിരിക്കും. യോന 1-ന്റെ 1ഉം 2ഉം. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. യോനയെ കുറിച്ച് നാം ഇവിടെ കാണുന്നത്, യോനയുടെ പിതാവിന്റെ പേര് അവിടെ നാം വായിച്ചു. അമിത്തായി എന്നാണ് യോനയുടെ പിതാവിന്റെ പേര്. അമിത്തായിയുടെ മകനായ യോന എന്നാണ് നാം ഇവിടെ വായിച്ചത്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. 2 രാജാക്കന്മാർ 14-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. ഗത്ഹേഫർക്കാരനായ അമിത്തായിയുടെ മകനായ യോന പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രയേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. അവിടെ യോനയുടെ സ്ഥലം ഏതാണ്, സ്വന്തം ദേശം ഏതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഗത്ഹേഫർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഗത്ഹേഫർ. അവിടെ പറയുന്നത് ഗത്ഹേഫർക്കാരനായ അമിത്തായിയുടെ മകൻ യോന പ്രവാചകന്റെ ദാസൻ. അപ്പോൾ 1 ഗത്ഹേഫർക്കാരനാണ്, 2 അമിത്തായിയുടെ മകനാണ്, 3 ദൈവത്തിന്റെ ദാസനാണ്, 4 അദ്ദേഹത്തിന്റെ പേര് യോന എന്നാണ്. ദാസൻ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ ശരിക്കുമുള്ള മൂലഭാഷയിലെ വാക്ക് അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലെ വാക്ക് ആവശ്യമുള്ളവർ എഴുതിക്കോ, ഡൂലോസ് എന്നാണ്. ഡൂലോസ്. ദാസൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന മലയാള വാക്കിന്റെ ഗ്രീക്ക് ഭാഷയിലെ വാക്ക് ഡൂലോസ് എന്നാണ്. DOULOS. എന്താണ് ഡൂലോസ് എന്ന് പറഞ്ഞാൽ? ഡൂലോസ് എന്ന വാക്കിന് എ ബോണ്ട് സെർവന്റ് എന്ന് പറയും, അല്ലെങ്കിൽ കെട്ടപ്പെട്ട അടിമ. അതാണ് ഡൂലോസ് എന്ന വാക്കിന്റെ അർത്ഥം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു കാലത്ത് പാപികളായിരുന്നപ്പോൾ കെട്ടപ്പെട്ട അടിമകളായിരുന്നു. ആരായിരുന്നു നമ്മുടെ യജമാനൻ? പിശാച്. പിശാച് എന്ന യജമാനന്റെ അടിമകളായി ജീവിച്ചവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ആ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നുവെന്ന് നാം അവിടെ വായിക്കുന്നു. അതുപോലെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നാം പാപത്തിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ സ്വാതന്ത്ര്യം നൽകി തന്റെ മക്കളാക്കി തീർത്തു. പക്ഷെ ഓർക്കുക, നാം ഒരടിമത്തത്തിൽ നിന്ന് മറ്റൊരടിമത്തത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് യേശു കർത്താവിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. ഞാനൊരു പാട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തുപോയി.
ആ പാട്ടിന്റെ ഒരു ലൈൻ ഒന്ന് പാടാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറില്ല സ്വാതന്ത്ര്യം ഏതും അന്ത്യശ്വാസം ഓം വരെ തൻ വേല ചെയ്യും ഞാൻ തൃപ്പാദ സേവ ചെയ്യും ഞാൻ സ്നേഹ ചരടുകളാൽ എന്നെ യേശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശോ എന്നെ ഒന്നിച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു. എന്താണ് ആ പാട്ടുകാരൻ പാടുന്നത്? അവൻ അടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ ഒരു സ്വാതന്ത്ര്യം വേറെയില്ല. എനിക്ക് നിങ്ങൾക്കും അറിയാം, നമ്മൾ പാപത്തിന്റെ അടിമകളായിരുന്നപ്പോൾ അല്ലെങ്കിൽ പിശാചിന്റെ അടിമകളായിരുന്നപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. നമ്മൾ എന്തു ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നത് പിശാചാണ്. പിശാചിന്റെ തീരുമാനത്തിന് വിധേയപ്പെട്ട് നാം ജീവിച്ചവരായിരുന്നു. പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്തുകൊണ്ട് നാം കഴിഞ്ഞ അവസ്ഥയായിരുന്നു അത്. എന്നാൽ ആ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമുക്ക് എന്തു നൽകി? സ്വാതന്ത്ര്യം നൽകി. എന്നിട്ട് നാം ഇന്ന് പുതിയ ഒരടിമത്തത്തിലേക്ക് വന്നു. പക്ഷെ ആ അടിമത്തത്തിന്റെ പ്രത്യേകത പിശാചിന്റെ അടിമത്തം പോലെയുള്ള അടിമത്തമല്ല ഇപ്പോൾ നമുക്കുള്ളത്. ഈ അടിമത്തം സ്വാതന്ത്ര്യമുള്ള അടിമത്തമാണ്. ഈ അടിമത്തം സന്തോഷമുള്ള അടിമത്തമാണ്, സുഖമുള്ള അടിമത്തമാണ്. അതുകൊണ്ട് ഈ അടിമത്തത്തിന്റെ ആ ഹൃദ്യതയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അമിത്തായിയുടെ മകനായ യോന എന്ന തന്റെ ദാസൻ. ഇനി ഞാന് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് രണ്ട് എന്ന് എഴുതാം. രണ്ടാമത്തെ പോയിന്റ്, അമിത്തായി എന്ന വാക്കിന്റെ അർത്ഥം. അമിത്തായി എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? സത്യസന്ധൻ. അമിത്തായി. അതുപോലെ യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ്. യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ്. പ്രാവ് നിഷ്കളങ്ക ജീവിയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? എല്ലാരും എന്നോട് ചേർന്ന് ഉത്തരം പറഞ്ഞേ. ആര് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കന്മാരുമായിരിക്കണം. ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. അപ്പോൾ ഓർക്കുക, അമിത്തായി എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ, യോന എന്ന് പറഞ്ഞാൽ പ്രാവ് അല്ലെങ്കിൽ നിഷ്കളങ്കൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, സത്യസന്ധന്റെ മകനായ നിഷ്കളങ്കൻ. സത്യസന്ധന്റെ മകനായ നിഷ്കളങ്കൻ. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അവന്റെ അപ്പന്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചോ? അല്ലെങ്കിൽ അവന്റെ പേരിന്റെ ആ അർത്ഥത്തിന് യോഗ്യമായ നിലയിൽ അവൻ ജീവിച്ചോ? ഇല്ല. എന്താ കാരണം? ദൈവം അവനോട് പറഞ്ഞു, നീ മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവൻ പ്രസംഗിച്ചോ? നിനവയിലേക്ക് പോയോ? നിനവയിലേക്കല്ല പോയത്. പിന്നെ എങ്ങോട്ടാ പോയേ? തർശീശിലേക്കാണ്. ദൈവമക്കളെ, നമ്മുടെ പേരിനനുസരിച്ച് നാം ജീവിക്കണം. നമുക്കൊരു പൊതുവായ പേരുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ പലരും ആ പേര് പരാമർശിച്ചു. ആ പേരൊന്ന് പറയാമോ? വിശുദ്ധൻ. വിശുദ്ധൻ. പാസ്റ്റർ ആണെങ്കിൽ അഭിഷിക്തൻ എന്നാണ് എന്നെ സംബോധന ചെയ്യാനായിട്ടിടയായ. വിശുദ്ധൻ. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധനാണെങ്കിൽ എങ്ങനെ ജീവിക്കണം? പറഞ്ഞേ. വിശുദ്ധൻ എന്ന പേരിന് കളങ്കം ചാർത്താത്ത നിലയിൽ ജീവിക്കണം. അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന പേരിന് യോഗ്യമായ നിലയിൽ ജീവിക്കണം. വിശുദ്ധനായി ജീവിക്കണം. വിശുദ്ധൻ എന്ന പേരിന് ആ
ഇപ്പോഴത്തെ ആ പോയിന്റിൽ തന്നെ ഒന്ന് എഴുതിക്കോ. വിശുദ്ധൻ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്, വേർതിരിക്കപ്പെട്ടവൻ. വിശുദ്ധൻ എന്ന വാക്കിന് വേർതിരിക്കപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ട്. എ സെപ്പറേറ്റഡ് പീപ്പിൾ, വേർതിരിക്കപ്പെട്ടവൻ, വേർതിരിക്കപ്പെട്ടവൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏതിൽ നിന്നാ വേർതിരിക്കപ്പെട്ടത്? പറഞ്ഞേ, ഏതിൽ നിന്നാ നമ്മൾ വേർതിരിക്കപ്പെട്ടത്? ലോകത്തിൽ നിന്ന്. ലോകത്തിൽ നിന്ന്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലൗകികന്മാരല്ല, ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികന്മാരല്ലായകയാൽ ലോകം നിങ്ങളെ പകച്ചു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ലോകം നമ്മെ പകയ്ക്കാനുള്ള കാരണം എന്താണ്? നാം ലൗകികരല്ല, നാം ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. ലോകം പോകുന്ന വഴിയെ നമുക്ക് പോകാൻ പാടില്ല. ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുമുറി തിന്നുമെന്ന് പറയുന്നത് പോലെ അല്ല ദൈവമക്കൾ. ദൈവമക്കൾ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തെ പോലെ ജീവിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, കടലിൽ നിന്ന് നമുക്ക് മീനെ കിട്ടുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കടൽ മീൻ വാങ്ങാനായിട്ട് പോയിരുന്നു. ഈ മീൻ എത്ര വർഷം ആ ഉപ്പുവെള്ളത്തിൽ കിടന്നാലും, ബാക്കി നിങ്ങൾ പറഞ്ഞേ, അതിന്റെ ശരീരത്തിൽ അശേഷം ഉപ്പുണ്ടായിരിക്കേ. ഞാന് ഭാര്യയോട് പറയാന്ന് വിചാരിക്കുക. എന്റെ ഭാര്യ നന്നായിട്ട് കറി ഉണ്ടാക്കുന്ന ആളാണ്. ഭാര്യയുടെ മീൻകറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറയാണ്, ആലീസേ, ഇത് ഉപ്പുവെള്ളത്തിൽ കിടന്ന മീനാണ്, അതുകൊണ്ട് ഇന്ന് ഉപ്പിടാതെ കറി വെച്ചോളാം പറഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെ പറയില്ല, പറഞ്ഞെന്ന് വിചാരിക്കുക. എങ്ങനെയിരിക്കും ആ കറി? ആ കറി നമുക്ക് കൂട്ടാൻ തോന്നുമോ? എല്ലാരും പറഞ്ഞേ, ആ കറി നമുക്ക് കൂട്ടാൻ തോന്നുമോ? ഇല്ല. ഞാൻ പറയട്ടെ, ഉപ്പുവെള്ളത്തിലാണ് ഈ സാധനം കിടന്നതെങ്കിലും ഒരു തരി ഉപ്പ് അതിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, അമൃതവള്ളിയുടെ കാര്യം, അമൃതവള്ളിയുടെയും ഇത്തിൽക്കണ്ണി എന്ന് പറയുന്ന ഒരു വള്ളിയുടെയും കാര്യം പറഞ്ഞു. ഇത്തിൽക്കണ്ണി എന്ന് പറയുന്ന വള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വള്ളി ഒരു മരത്തിന്റെ ഒരു ഏരം എന്ന് പറയുമോ നിങ്ങളുടെ നാട്ടിൽ? ഏരം, മരത്തിന്റെ ഏരം അല്ലെങ്കിൽ കൊമ്പ്. ഒരു മരത്തിന്റെ കൊമ്പിൽ ഇത്തിൽക്കണ്ണി കയറി പിടിച്ചാൽ, ബാക്കി പറഞ്ഞേ, ആ കൊമ്പ് പിന്നെ ഫലം കായ്ക്കില്ല. ആ കൊമ്പിൽ നിന്ന് പിന്നെ, ഉദാഹരണത്തിന് മാവാണെന്ന് വിചാരിക്കും. എന്റെ സ്വന്തം വീട് വാളകമാണ്. വാളകത്തെ വീട്ടിൽ ഒരു 4000 മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവുണ്ടായിരുന്നു. 4000 അല്ലെങ്കിലേ ഉള്ളൂ. ആ മാവിന്റെ ഒരേരത്തേല് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇത്തിൽക്കണ്ണി കയറി പിടിച്ചിട്ട് ആ ഏരത്തിൽ നിന്ന് പിന്നെ ഒരു മാങ്ങയും കിട്ടാതെ. ഇനി ഈ സാധനത്തെ ഒന്ന് വലിച്ചു പറിക്കാൻ നോക്കാമോ? ഇത്തിൽക്കണ്ണി എന്ന് പറയുന്ന ഈ സാധനത്തെ ആ മാവിൽ നിന്ന് വലിച്ചങ്ങ് പറിക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് സാധിക്കില്ല. ആ ദൈവദാസൻ പറഞ്ഞു, വേറൊരു വള്ളിയുണ്ട്, അമൃതവള്ളി. അമൃതവള്ളിയുടെ പ്രത്യേകത എന്നാന്നറിയാവോ? ഒരു വലിയ പൊക്കമുള്ള ഒരു മരത്തിൽ ഈ വള്ളി കയറി പോയിരിക്കാന്ന് വിചാരിക്കും. ഈ വള്ളി അങ്ങ് പൊക്കത്ത് ഏറ്റവും ടോപ്പിൽ വരെ വള്ളി ചെന്നിട്ടുണ്ട്. പക്ഷേ ഒരു കൊച്ചുകുട്ടി ആ വള്ളിയുടെ താഴെ നിന്നോട് വലിച്ചാൽ ആ വള്ളി എന്ത് ചെയ്യും? ആ വള്ളി എളുപ്പം ഇങ്ങോട്ട് ഊരിപ്പോയി. ഞാൻ എന്തിനാ ഇപ്പൊ ഈ കാര്യം പറഞ്ഞേ? എന്തു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ഞാൻ പറഞ്ഞേ? ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ ചോദ്യങ്ങൾ വരും കേട്ടോ. എന്തു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞേ? വിശ്വാസികൾ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാണെന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തിൽ കണ്ണിയെ വലിച്ചാൽ അത് പോരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതാ മരത്തേൽ അതിന്റെ വേര് ആഴത്തിൽ ഇറക്കിയേക്കുക. ഇത്തിൽ കണ്ണി അതിന്റെ വേര് മരത്തിൽ ആഴത്തിൽ ഇറക്കിയിരിക്കുന്നത് കൊണ്ട് അതിനെ വലിച്ചാൽ അതിങ്ങോട്ട് പോരത്തില്ല. അതേസമയം അമൃതവള്ളിയോ, അമൃതവള്ളി വെറുതെ അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടെന്ന് മാത്രമേ അമൃതവള്ളി വെറുതെ അത് കയറിപ്പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പിടിച്ചു വലിച്ചാൽ നിഷ്പ്രയാസം അത് താഴ്ത്തോട്ട് പോരും. വിശ്വാസികൾ ആരെ പോലെ ആകണം? ഇനി പറഞ്ഞേ, നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്ന് അറിയട്ടെ. വിശ്വാസികൾ ഇത്തിൽ കണ്ണിയെ പോലെ ആകണോ അതോ അമൃതവള്ളിയെ പോലെ ആവണം? അമൃതവള്ളിയെ പോലെ ആകണം. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞു, ആ മീൻ വെള്ളത്തിലാണ്, ഉപ്പ് വെള്ളത്തിലാണ് കഴിയുന്നതെങ്കിലും ആ ഉപ്പിന്റെ തരി അംശം പോലും ആ മീനിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ലോകത്തിലാണ് കഴിയുന്നതെങ്കിലും ലോകത്തോട് നമുക്ക് യാതൊരു, എന്താ ഞാൻ പറയണ്ടേ, യാതൊരു ബന്ധവും ഉണ്ടാകാനായിട്ട് പാടില്ല. നമുക്ക് പഞ്ചസാര വാങ്ങണമെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങണം, ചായപ്പൊടി വാങ്ങണമെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങണം, ഗോതമ്പ് പൊടി വാങ്ങണമെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങണം. ലോകത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണം. ലോകത്തിന്റെ കോളേജിൽ പഠിക്കണം, ലോകത്തിന്റെ സ്കൂളിൽ പഠിക്കണം, ലോകത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്യണം. അത്രയും മാത്രമേ പാടുള്ളൂ. കർത്താവ് പറഞ്ഞ പോലെ, നിങ്ങൾ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങൾ ലൗകികരല്ല. വി ആർ നോട്ട് വേൾഡ്ലി പീപ്പിൾ. നാം ലൗകികരല്ല. അമൃതവള്ളിയെ പോലെ ആ മരത്തോട് യാതൊരു നിലയിലും ഇണചേർന്ന് ജീവിക്കാത്ത ഒരു വള്ളിയാണ് ഈ അമൃതം. നാം ആ നിലയിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ സത്യസന്ധന്റെ മകനായ നിഷ്കളങ്കൻ അവന്റെ സ്വഭാവത്തിനനുസരിച്ച്, അവന്റെ പേരിനനുസരിച്ചാണോ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് നോക്കാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം എടുത്ത് 3-ാം വാക്യം വായിച്ചു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. മതി. യോനയോട് എങ്ങോട്ട് പോകാനാ ദൈവം പറഞ്ഞത്? യോനയോട് എങ്ങോട്ട് പോകാനാ ദൈവം പറഞ്ഞത്? നിനവയിലേക്ക് പോകാനാ പറഞ്ഞത്. നിനവേ എന്ന് പറയുന്ന മഹാനഗരത്തിൽ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന ദൈവവചനം നീ അവിടെ ചെന്ന് പ്രസ്താവിക്ക. ഇതാണ് ദൈവം യോനയോട് പറഞ്ഞത്. എന്നാൽ യോന എങ്ങോട്ടാ പോയത്? യോന തർശീശിലേക്കാണ്. ഞാൻ അതിനെ കുറിച്ച് പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, നിനവയിലേക്ക് പോകാൻ കരമാർഗം പോകാൻ പറ്റും. തർശീശിലേക്ക് പോകണമെങ്കിൽ വെള്ളത്തിലൂടെ വേണം പോകാൻ. നമുക്കറിയാം, തർശീശിലേക്ക് പോയ വഴി ഉണ്ടായ കാര്യങ്ങളൊക്കെ താഴെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ആ കാര്യങ്ങളെ കുറിച്ച് അറിയാം. യോന കയറിയ കപ്പലിൽ കാറ്റടിച്ച് കപ്പൽ മുങ്ങാറായി. യോനയെ എടുത്ത് വെള്ളത്തിലിട്ടു. ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എങ്ങോട്ട് പോയിരുന്നെങ്കിൽ നിനവയിലേക്ക് പോയിരുന്നു. ദൈവമക്കളെ, സത്യസന്ധൻ, പേര് മറക്കല്ലേ, സത്യസന്ധന്റെ മകനായ നിഷ്കളങ്കൻ നിനവയിലേക്ക് പോകാൻ പറഞ്ഞ ആ നിഷ്കളങ്കൻ തർശീശിലേക്ക് പോകാനായിട്ട് പുറത്തു. എന്നെ അവിടെ ചിന്തിപ്പിച്ച 1-2 കാര്യം കൊണ്ട് ഓടിപ്പോയി. ഇംഗ്ലീഷിൽ വായിച്ചാൽ റാനവേ എന്നാണ് നാം ഇംഗ്ലീഷിൽ വായിക്കുന്നത്. റാനവേ, റാനെന്നല്ല, റാനവേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെയാണ് ദൈവസന്നിധിയിൽ നിന്ന് ദൂരോട്ട് ഓടി. എല്ലാവർക്കും മനസ്സിലായോ? ദൈവസന്നിധിയിൽ നിന്ന് ഓടി എന്നല്ല, ദൂരോട്ടോടി, ദൂരേക്കോടി. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, യോന തനി പിന്മാറ്റക്കാരനായിരുന്നു. യോനയ്ക്ക് ദൈവശബ്ദത്തോട് യോനയ്ക്ക് താല്പര്യമില്ലാതായി. എനിക്കിനി ദൈവശബ്ദം കേൾക്കണ്ട. യോന ആ നിലയിൽ പ്രതികരിച്ചു.
എനിക്ക് നിനവേലേക്ക് പോകാൻ താല്പര്യമില്ല. യോന ആ നിലയിൽ പ്രതികരിച്ചു. ഇപ്പോൾ യോന എങ്ങോട്ടാ പോകുന്നത്? തർശീശിലേക്ക്. ഇനി 4ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിക്കേ, എന്തുകൊണ്ടാണ് യോന നിനവേക്ക് പോകാത്തത്? ഞാൻ നിങ്ങൾക്ക് തരുവാണ് ഈ ചോദ്യം. എന്തുകൊണ്ടാണ് യോന നിനവേയിലേക്ക് പോകാത്തത്? 2 ഉത്തരമുണ്ട്. ഒരു ഉത്തരം ഇപ്പൊ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ചേ. ഒരു ഉത്തരം 2ാം വാക്യത്തിലുണ്ട്. ഒന്ന് കണ്ടുപിടിച്ചേ. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേയിലേക്ക് ചെന്ന് അടുത്ത വാക്ക് അതിന് വിരോധമായി പ്രസംഗിക്കാം. യോനയ്ക്ക് നിനവേയിലേക്ക് പോകാനുള്ള തടസ്സം എന്നാ പറഞ്ഞേ? നിനവേയ്ക്ക് വിരോധമായി പ്രസംഗിക്കാൻ യോനയ്ക്ക് മനസ്സില്ല. ഇന്ന് ചില പ്രസംഗകരിങ്ങനെ ദൈവം പ്രസംഗിക്കാനായിട്ട് പറയുന്ന പ്രസംഗം പയ്യെ സൂത്രത്തിൽ മാറ്റിവെച്ചിട്ട് അവർക്കിഷ്ടമുള്ളത് പ്രസംഗിക്കും. കാരണം മറ്റേ പ്രസംഗം പ്രസംഗിച്ചാൽ കൂട്ടായ്മ കുറയും. എന്താ ഷാജി പാസ്റ്ററെ? മറ്റേ പ്രസംഗം പ്രസംഗിച്ചാൽ കൂട്ടായ്മ കുറയും. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയം അങ്ങ് എടുത്തേക്കാം. ദൈവസ്നേഹം കണ്ടോ? ഇത്രേ ഇഷ്ടമുള്ള വിഷയം വേറെ വല്ലതും ഉണ്ടോ? ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കാനായിരിക്കും ദൈവം പറഞ്ഞത്. ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് ദൈവ സ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. എന്താ അവിടെ സംഭവിച്ചത്? ചെറിയ ഒരു ട്വിസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസംഗിക്കാൻ പറഞ്ഞത് പ്രസംഗിക്കണം. നമുക്കിഷ്ടമുള്ളതല്ല പ്രസംഗിക്കേണ്ടത്. നമുക്കിഷ്ടമുള്ള വിഷയമല്ല ക്ലാസ് എടുക്കേണ്ടത്. ദൈവം പറഞ്ഞത് പ്രസംഗിക്കണം. 1 കൊരിന്ത്യർ 11:23 ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 11:23. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ കർത്താവായ യേശുവിനെ മതി. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും പിന്നെ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചത് ആരിൽ നിന്ന് പ്രാപിച്ചതാ? പറഞ്ഞേ. കർത്താവിൽ നിന്ന് പ്രാപിച്ചു. വേറൊരു നിലയിൽ പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പ്രാപിക്കാത്തതൊന്നും ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടില്ല. സ്തോത്രം. കർത്താവിൽ നിന്ന് പ്രാപിക്കാത്തതൊന്നും ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടില്ല. എന്റെ മനസ്സിലുണ്ടായ ആശയങ്ങളല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏതെങ്കിലും ചില അമ്മൂമ്മ കഥകൾ പറയാനല്ല ഞാൻ കൊരിന്ത്യ ലേഖനം എഴുതിയത്. എന്റെ മനസ്സിലുള്ള ഏതെങ്കിലും ആശയങ്ങൾ പറയാനല്ല ഞാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞത് മുഴുവൻ ആരിൽ നിന്ന് പ്രാപിച്ചത്? കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ദൈവമക്കളെ, വിരോധമായിട്ട് പറയാനാണ് പറഞ്ഞതെങ്കിലും ദൈവമാണോ പറഞ്ഞത് അത് പറയാതിരിക്കരുത്. അതിനോട് അവിശ്വസ്തത കാണിക്കരുത്. ദൈവമാണ് പറഞ്ഞതെങ്കിൽ അതിനോട് അവിശ്വസ്തത കാണിക്കരുത്. അതിനോട് വിശ്വസ്തത കാണിക്കണം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. അതും കൂടെ എഴുതിക്കും. ഈ നിനവേ എന്ന് പറഞ്ഞ സ്ഥലമേ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഈ നിനവേ എന്ന് പറയുന്ന സ്ഥലം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞതാണ്. അശൂരിന്റെ തലസ്ഥാനം. അശൂർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അസീറിയ. അസീറിയ. ഈ അശൂരിലേക്ക് ഇസ്രായേൽ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒരല്പം ചരിത്രം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു 2 മിനിറ്റ് മതി. ഈ അശൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ആളുകൾ ഇസ്രായേൽ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. രണ്ട് സ്ഥലത്തുള്ളവരാണ് അടിമകളായി കൊണ്ടുപോയിട്ടുള്ളത്. ഒന്ന് ബാബേൽ പ്രവാസവും 2 അശൂർ പ്രവാസവും.
അപ്പോൾ ഒരു കാര്യം ഓർക്കുക, യോന നനച്ചപ്പോ എന്തു വിചാരിച്ചു? എന്റെ പൂർവികന്മാരായ ആളുകളെ ഈ അശൂരുകാരെന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞേ. പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അടിമകളായി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അടിമകളായി പിടിച്ചുകൊണ്ട് പോയാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. അവരെ കണക്കിന് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അവർ തോന്നിയതെല്ലാം ഇവരോട് ചെയ്തിട്ടുണ്ട്. യോന വിചാരിച്ചപ്പോൾ നിനവയിലേക്ക് പോയി ഈ മാനസാന്തരത്തിന്റെ സന്ദേശം പറയാൻ യോനയ്ക്ക് കഴിയാതെ പോകുന്നതിന്റെ കാരണം നിനവേക്കാര് യോനയുടെ മാതാപിതാക്കളെയും പൂർവികന്മാരെയും ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടിലേക്ക് ഇങ്ങനൊരു വാചകം എഴുതാമോ? ഒരു പഴയ വഴക്ക് യോനയുടെ ഉള്ളിലുണ്ട്. എഴുതിക്കേ, ഒരു പഴയ വഴക്ക് യോനയുടെ ഉള്ളിലുണ്ട്. ഏതാ വഴക്കെന്നും കൂടെ എഴുതിക്കും. ഈ നിനവേക്കാരാണ് യോനയുടെ പൂർവികന്മാരെ അശൂരിലേക്ക് കൊണ്ടുപോയി ശിക്ഷിച്ചത്. ഇനി യോനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം ഒന്ന് നോക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു പഴയ വഴക്ക് കിടപ്പുണ്ടോ? ഒന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ പാസ്റ്ററെ? നമ്മൾ പാട്ട് പാടുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, ആമേൻ പറയുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, ബൈബിൾ ക്ലാസ് കേൾക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഒരു പഴയ വഴക്ക് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കൈ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പലരും വളരെ ലാഘവമായിട്ടാണ് എടുത്തേക്കണേ. ആർക്കും കൈ കൊടുക്കാവുന്ന ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. രണ്ട് രാജാക്കന്മാർ 10:15 വായിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ കാണിച്ചു തരാം. 2 രാജാക്കന്മാർ 10:15. എല്ലാവർക്കും കൈ കൊടുക്കാമോ? 2 രാജാക്കന്മാർ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാവിന്റെ മകനായ യോനാദാബിനെ കണ്ട് വന്ദനം ചെയ്ത് അവനോട്, എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ തരുക. അവൻ കൈ കൊടുത്തു. അവൻ അവനെ തന്റെ രഥത്തിൽ കയറ്റി. മതി. ആർക്കാ കൈ കൊടുക്കണ്ടേ? എല്ലാവർക്കും കൈ കൊടുക്കാമോ? അവിടെ വായിച്ചത് എന്താ? എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ഏകാഗ്രമായിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം എന്റെ ഹൃദയത്തോടും പരമാർത്ഥമായിരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നാം തമ്മിൽ കൈ തരിക. എല്ലാവർക്കും കൈ കൊടുക്കാൻ പ്രമാണമില്ല, എല്ലാവർക്കും കൈ കൊടുക്കാൻ വചനമില്ല. ഞാനിത് ആദ്യമേ തന്നെ പറഞ്ഞു, വിരോധമായി പ്രസംഗിക്കാനും അനേക ഉപദേശിമാർക്കും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അല്പം വിരോധമായിട്ടങ്ങ് പ്രസംഗിക്കുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും പ്രയാസമുണ്ടോ? അന്യോന്യം പ്രയാസമുള്ള ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളോട് ആരോടും പ്രയാസമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്നോടും പ്രയാസം കാണില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് എന്നെ പറഞ്ഞേ, ഒരുവന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ വഴിപാടൊരു സ്ഥലത്ത് വെച്ചിട്ട് നീ ചെന്ന് അവനുമായിട്ട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് യാഗം കഴിക്കും. ദൈവമക്കളെ, യോനയ്ക്ക് നിനവയിലേക്ക് പോകാനുണ്ടായിരുന്ന മടി, ആ ഗ്രഡ്ജാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്രഡ്ജ് എന്ന് പറയും, അല്ലെങ്കിൽ പക. ആ പഴയ പക, അവന്റെ പൂർവികന്മാരോട് നിനവേക്കാർ ചെയ്ത ആ പഴയ പക
യോനയുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് അവന് നിനവയിലേക്ക് പോകാൻ പറ്റാതെ പോയി. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഞാന് പലപ്പോഴും പറയാറുണ്ട്, എന്നെ വേദനിപ്പിച്ച പലരുണ്ട്. എന്നെ വേദനിപ്പിച്ച പല വിശ്വാസികളുണ്ട്, വിശുദ്ധന്മാരുണ്ട്. എന്നാൽ എനിക്ക് അവരോട് ആരോടും പകയില്ല. ഈ അടുത്ത സമയത്ത് തന്നെ എന്നെ വേദനിപ്പിച്ച ഒരു സഹോദരന് ഞാൻ അങ്ങോട്ട് ചെന്ന് കൈ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കത് കഴിയണം. നമ്മൾ വിശുദ്ധന്മാരാണ്, നമ്മൾ വിശ്വാസികളാണ്. പൗലോസ് എന്താണ് കൊലോസ്യരോട് പറഞ്ഞത്? ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണെന്ന് തോന്നുന്നു. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് യോനയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്. യോന ഈ നിനവയിലേക്ക് പോകാതിരിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്ന് ആദ്യം പറഞ്ഞത് എന്താണ്? അവിടെ പോയി നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കണം. അനേകർക്കും ഇഷ്ടമില്ല. വിരോധമായി പ്രസംഗിക്കാൻ അനേകർക്കും ഇഷ്ടമില്ല. അനുകൂലമായി പ്രസംഗിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. 2ാമത്തെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിനവേക്കാരോട് ക്ഷമിക്കാൻ കഴിയാത്തൊരു പാപം യോനയുടെ ഉള്ളിലുണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യോനയുടെ പൂർവികന്മാരായ മാതാപിതാക്കളോട് നിനവേക്കാർ ചെയ്തത് അവന് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. അതാണ് അവൻ പോകാറ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.